പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമ കേസിന്റെ അന്വേഷണം ജില്ലാ ക്രൈം ബ്രാഞ്ചിന് കൈമാറും. എസ്ഐ അടക്കം ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നതതല അന്വേഷണം വേണമെന്ന് മർദ്ദനത്തിന് ഇരയായവർ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ ഇതുവരെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. പത്തനംതിട്ട ടൗണിൽ ദമ്പതികൾ അടക്കമുള്ളവർക്കെതിരെ പോലീസ് നടത്തിയ അതിക്രമത്തിൽ കേസെടുത്ത് 2 ദിവസമായിട്ടും കാര്യമായ അന്വേഷണ പുരോഗതി ഉണ്ടായിരുന്നില്ല. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ എസ്ഐക്കും പോലീസുകാർക്കുമെതിരായ അന്വേഷണം അതേ സ്റ്റേഷനിലെ CI നടത്തുന്നത് ശരിയല്ലെന്ന് പരിക്കേറ്റവർ ആരോപിച്ചിരുന്നു. ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതിയും നൽകി. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത്. വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയെത്തിയ ദമ്പതികളടക്കമുള്ളവർ വഴിയരികിൽ വാഹനം നിർത്തി വിശ്രമിക്കുമ്പോൾ പോലീസ് അതിക്രമം ഉണ്ടായെന്നാണ് പരാതി. ഇതിൽ വിശദമായ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് നടത്തും. ഒരു പ്രകോപനവും ഇല്ലാതെ സ്ത്രീകളടക്കമുള്ളവരെ എന്തിനു മർദ്ദിച്ചു എന്നതാണ് പ്രധാന ചോദ്യം. സസ്പെൻഷനിലായ SI ജിനു ഉൾപ്പെടെ 3 പോലീസുകാർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് പരിക്കേറ്റവർ. FIR-ൽ വധശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചേർക്കണമെന്നും ഇവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.